ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്ന യാത്ര എപ്പോഴാണ്? ആദ്യമായിട്ട് ഞങ്ങൾ മുംബൈക്ക് പോയിട്ടുണ്ട് ലോറിയിൽ. ചേച്ചി ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുകയാണല്ലോ, സംസാരിക്കുന്നില്ല. ഇങ്ങനൊന്നും അല്ലല്ലോ വീഡിയോയില്. എന്നാ പറയുന്നത്, ഞങ്ങളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, ആദ്യം നമ്മൾ ഈ വ്ളോഗ് തുടങ്ങുന്നതും ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വണ്ടി ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു 2-3 മാസം അല്ലെ 4 മാസം കൂടുമ്പോൾ ചുമ്മാ ലോറിയിൽ പോകുമായിരുന്നു. അങ്ങനെ ആദ്യം വന്ന് 2016 നമ്മൾ രണ്ടുപേരുമല്ലേ ഉള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ ബോംബെക്ക് പോയിട്ട് അല്ലല്ല അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയെന്ന് തോന്നുന്നു, വേറെ എന്തോ ഒരു ആവശ്യത്തിന് പോയാൽ തിരിച്ച് അവിടെ നിന്ന് ഒരു ലോറിയിൽ ഇങ്ങോട്ട് പോകുന്നു. അന്നാണ് ആദ്യം ഫ്ലൈറ്റേ കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഫ്ലൈറ്റേ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റേ കയറണം, അങ്ങനെ പോയത് പ്രാവശ്യം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ലോറിക്ക് വന്നു 2016 16 അതെ. അപ്പോൾ അതിന് മുമ്പും അതിന് ശേഷം പിന്നെ പോയി 2-3 പ്രാവശ്യം. പക്ഷെ അത് ചുമ്മാ ലോറിയിൽ പോയി എങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ അറിയാനില്ല, ഒരു ലൈഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വണ്ടിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെയൊക്കെ പോയി. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 2018 ഞങ്ങൾ പോയിച്ച് തിരിച്ച് വന്നപ്പം ഓടിച്ചു കുറേ. 2018 പോകുമ്പം പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെ 5 പിള്ളേർക്ക് എത്ര വയസ്സാ? അവർക്ക് 11 വയസ്സ്. അപ്പം അന്നൊരു വീഡിയോ ലോറി ഓടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട്, അന്നേരമൊന്നും ലോറി വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റില്ല. അത് നാണക്കേടല്ല, ഒരു ചമ്മല് അറിയുന്നതിനോടൊക്കെ അങ്ങനെ ഒരു മടിയുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി. വേറെ നമ്മളിട്ടല്ല, അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വേറെ ആരും യൂട്യൂബിലിട്ട് അത് ഒത്തിരി വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളിങ്ങനെ പോയി. ഈ പറഞ്ഞ പോലെ എന്നും കാശ്മീർ പോകണം, സ്ഥലങ്ങൾ കാണണം, ലോറിയെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. അല്ല, അത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ലോറിയെ കൊണ്ടുപോകണമെന്ന് പറയായിരുന്നു, മുംബൈക്ക് കൊണ്ടുപോകണം, സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറയും. ഞാനും പറയും, അമ്മയും പറയുമായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, ഞാനാ പോകുന്നെങ്കിൽ അമ്മയും കൊണ്ടുപോകാം, അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെയാണ് അത് ശരിക്കും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെമ്മറി എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതായത് ഞാൻ US ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിൽക്കാം. ടൈംസ് സ്ക്വയർ അറിയത്തില്ലേ, മറ്റേ വലിയ അവിടുത്തെ മെയിൻ സംഭവം കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അമേരിക്ക എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന ടൈംസ് സ്ക്വയർ ആണ്. അപ്പോൾ എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ പോയി കാണുക, രാത്രിയിൽ അവിടുത്തെ ബിൽ ബോർഡുകൾ കാണുക എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-11 മണിയായി കാണും. അപ്പോൾ അതിലൂടെ രാത്രിയിൽ ഒന്നാമത് വാഹനങ്ങൾ അവിടെ പെഡസ്ട്രിയൻസ് ആണ് കൂടുതൽ, ആളുകളാണ് കൂടുതൽ, വാഹനങ്ങൾ വളരെ കുറവാണ്. അതിനിടയ്ക്കൂടെ വാഹനങ്ങൾ പോവും. അതിനകത്ത് ഈ ഇടയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടി പല ടൈപ്പ് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഓപ്പൺ കാറിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ വലിയ സൂപ്പർ കാറുകളും ഉണ്ട്, സ്റ്റൈൽ കാണിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരിങ്ങനെ പോവും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു വലിയ ട്രക്ക്, അടുത്ത ട്രക്കുകളൊക്കെ അറിയാമല്ലോ, വലിയ ട്രക്ക്, അതിൻ്റെ ബാക്കിലത്തെ ട്രെയിലർ പോർഷൻ ഇല്ല, ഫ്രണ്ടിലത്തെ ആ ക്യാബിൻ ഏരിയ മാത്രമേ ഉള്ളൂ. വലിയ ട്രക്ക് വരുന്നു, ഭയങ്കര ലുക്കാണ് ട്രക്ക് കാണാൻ. ആ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ഡ്രൈവർ ഇരുന്ന് ഓടിക്കുന്നു, തൊട്ടപ്പുറത്ത് അയാളുടെ ഭാര്യയും 2 കൊച്ചുകുട്ടികളും. അയാൾ അവരെ ടൈംസ് സ്ക്വയർ കാണിക്കാൻ വേണ്ടി, ടൈംസ് സ്ക്വയറിലൂടെ ഷോ കാണിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം, പാട്ടൊക്കെ വെച്ച്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സംഭവം. അപ്പോൾ അവരുടെ ആഗ്രഹമായിരിക്കാം ന്യൂയോർക്കിൽ വന്നപ്പോൾ ടൈംസ് സ്ക്വയറിലൂടെ എന്നെ വണ്ടിയിൽ കൊണ്ടുപോകണം, അവർക്ക് ആ വണ്ടിയിലേ ഉള്ളൂ, അപ്പോൾ അതിൽ കൊണ്ടുപോകണം. അത് ഭയങ്കര ഞാൻ വീഡിയോ എടുത്ത്, എൻ്റെ വീഡിയോയിലുണ്ട് ആ ക്ലിപ്പുണ്ട്, ഞാൻ വീഡിയോ എടുത്ത് അവർ ഹായ് പറഞ്ഞു. അത് നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇവര് ലോറിയിലൊക്കെ ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പം അതെങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? സാധാരണ പ്രതീക്ഷ പോലെയാണോ? നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഇത് ജലജയെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ജോലി ചെയ്യാനൊരു മടിയില്ല എന്ന് പറഞ്ഞ് ഈ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ആണെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് കുക്ക് ചെയ്യാനും, അത് എത്ര സമയം വേണേലും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. ആ ഒരു ഇതുള്ളതുകൊണ്ട് അപ്പോൾ 2022 ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ് എന്നും പറയും കൊണ്ടുപോകല. അല്ല, ഇവർ 2014 തൊട്ട് കാശ്മീർ പോകുന്നുണ്ട്. 2 പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരുമല്ലോ. അപ്പോൾ വഴിയൊക്കെ കണ്ടപ്പോഴോ സ്ഥലമൊക്കെ കണ്ടപ്പോഴോ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, എനിക്ക് ഇനി കാശ്മീർ പോകണമെന്ന് പറയും. അങ്ങനെയാണ് 2022 ഒരു ദിവസം വൈകിട്ട് അടുക്കള വെച്ച് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് ഇവളും അമ്മയും കൂടെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ലോറി ഓടിക്കാവോ, ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് പോകാം, ഞാൻ ആലോചിച്ചോളാൻ പറഞ്ഞു.